പന്തളത്തിനടുത്ത് കുരമ്പാലയിൽ നാട്ടുകാരുടെ ഉപാസനാമൂർത്തിയാണ് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭദ്രകാളി. ദേവി കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്നതാണത്രേ. കുരമ്പാലക്കരയിലെ നാട്ടുകാർ സ്വന്തം ചോര നൽകിയാണ് ദേവിയെ പ്രീതിപ്പെടുത്തുന്നത്. അതാണ് 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന അവരുടെ അടവി ഉത്സവം. കുരമ്പാല പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പണ്ട് എല്ലാ വർഷവും നടന്നിരുന്ന ചടങ്ങാണ് ചൂരൽ ദേഹത്ത് കെട്ടി ഉരുളുന്ന അടവി ഉത്സവം. ഇപ്പോഴത് 5 വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ. ഉത്സവത്തിന് 13 ദിവസവും പടയണി ഉണ്ടാവും. പടയണിയുടെ 9ാം നാളിലാണ് ചൂരൽ ചുറ്റിയുള്ള അടവി. രാത്രി 12 മണിയോടെ പനയടി എന്ന ചടങ്ങോടെയാണ് ഭക്തജനങ്ങൾ ഉരുളാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുന്നത്. ഇവിടെ വെളിച്ചപ്പാട് പാലപ്പിള്ളിൽ വലിയച്ഛന്റെ പ്രതിപുരുഷനാണ്. ദേവിയെ ഇവിടെ കൊണ്ടുവന്നയാളാണത്രേ പാലപ്പിള്ളിൽ വലിയച്ഛൻ. വലിയച്ഛനിൽ നിന്ന് എല്ലാവരും ഭസ്മം സ്വീകരിക്കുന്നു. വഴിപാടായി കൊണ്ടുവന്ന തേങ്ങകളെല്ലാം ഉടച്ചതിന് ശേഷമാണ് ഭസ്മം വിതരണം ചെയ്യുക. വലിയച്ഛനിൽ നിന്നും ഭസ്മം കിട്ടുന്നത് വലിയ പുണ്യമാണ്. ഭക്തി പാരവശ്യത്തിൽ പലരും മതിമറന്ന് വീണുപോകുന്നു. ഭസ്മം സ്വീകരിച്ചതിനു ശേഷം ഭക്തജനങ്ങൾ ചൂരൽ വള്ളികളുമായി കാവിനെ വലം വെച്ച് ദേഹത്ത് ചൂരൽ ചുറ്റി ഉരുളുകയാണ്. കൂർത്ത മുള്ളുകളുള്ളതാണ് ഈ ചൂരൽ വള്ളികൾ. ദിവസങ്ങളോളം നോയമ്പെടുത്തവരാണ് ഉരുളാൻ എത്തുന്നത്. കാവിൽ വടക്കോട്ട് വേണം ഉരുളാൻ. ഉരുളിച്ച കഴിഞ്ഞയാളെ തൂക്കിയെടുത്തു കൊണ്ടുപോകും. ചൂരൽ മുള്ളുകൊണ്ട് ദേഹത്ത് പൊടിയുന്ന ചോര ദേവിക്കുള്ള സമർപ്പണമാണ്. ദേവിക്ക് രക്തം നൽകുന്നതായാണ് സങ്കല്പം. അടവി എന്നത് വേലൻ സമുദായത്തിന്റെ ഉപാസനാമൂർത്തിയായിരുന്നു. ആ അടവിയെ ദേവി ആവാഹിക്കുകയായിരുന്നു. വേലന്റെ ഉപാസനാമൂർത്തിയായ അടവി ഇതുവഴി കടന്നു പോയപ്പോൾ ദേവി അടവിയെ ആവാഹിച്ചെടുക്കുകയും അതോടുകൂടി ദേവിക്ക് കൂടുതൽ ശക്തി പകരുകയും ആ ശക്തിയോടുകൂടി ശക്തി സ്വരൂപിണിയായ ദേവിയെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അന്ന് മുതൽ പൂർവികന്മാർ അത് ദേവിയെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു അനുഷ്ഠാന കലയാണ് അടവി. 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ ഉരുളിച്ചയിൽ പങ്കെടുക്കാൻ ധാരാളം ചെറുപ്പക്കാരുമുണ്ട്. ദേവിയുടെ സാന്നിധ്യത്തിൽ അവർ വേദന അറിയുന്നില്ല. ഉണ്ട സമയത്ത് എനിക്ക് തോന്നിയെന്ന് പറയുന്നത് ഈ ഇവിടെ വന്നിട്ട് വലത്ത് വെച്ച സമയത്ത് ഇവിടുന്ന് ഉരുണ്ടാണ് നമ്മളിങ്ങനെ ക്ഷേത്രത്തിന് വലത്ത് വെച്ചാണ് വരുന്നത്. അപ്പോൾ ക്ഷേത്രത്തിന് വലത്ത് വെച്ച് വരുന്ന സമയത്ത് നമ്മുടെ അവിടെ ഒരു ഇതുണ്ട്, അതായത് ഭദ്രകാളിയുടെ ഒരു ഇതുണ്ട്. അപ്പം അവിടെ വന്നു കഴിയുമ്പോൾ നമുക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഇത് ദേവിക്ക് വേണ്ടിയുള്ള കുരമ്പാലക്കാരുടെ രക്തമാണ്. സ്വന്തം ചോര കൊടുത്ത് അവർ ഉഗ്രയായ ദേവിയെ സമാധാനിപ്പിക്കുന്നു. കുരമ്പാലക്കരക്കാരുടെ ബ്ലഡാണ് കൊടുക്കേണ്ടതെന്നാണ്, ചോരയാണ് കൊടുക്കേണ്ടത്. കുരമ്പാല ഉപാസനാമൂർത്തിയാണ് ഞങ്ങളുടെ കുരമ്പാലക്കരയുടെ മൂർത്തിക്കായിട്ട് വേണ്ടി കൊണ്ടുവന്നതാണ്. ദൂരെ കാടുകളിൽ ചെന്ന് വെട്ടിയെടുക്കുന്നതാണ് ചൂരൽ വള്ളികൾ. ക്ഷേത്രത്തിൽ നാളികേരമുടച്ച് ഭസ്മവും വാങ്ങിയാണ് ആളുകൾ ചൂരൽ ശേഖരിക്കാനായി പോവുക. ദേവിയുടെ അനുഗ്രഹം വാങ്ങി പോകുന്നു എന്നാണ് അതിലെ വിശ്വാസം. ചൂരൽ വള്ളികൾക്കിടയിൽ ചിലപ്പോൾ ഉഗ്രവിഷമുള്ള പാമ്പുകൾ ചുറ്റിക്കിടക്കുന്നുണ്ടാവും. പക്ഷേ ദേവിയുടെ ശക്തിയിൽ ഉപദ്രവമൊന്നും ഉണ്ടാവില്ല. അർദ്ധരാത്രിയോടെ തുടങ്ങുന്ന അടവി പിറ്റേ ദിവസം ഉച്ചയോടെയാണ് തീരുക. ചൂരൽ കെട്ടി ഉരുളുന്നത് പുരുഷന്മാർ മാത്രമാണ്.
പണ്ട് പൂരപ്പാട്ടുകളും ഉണ്ടായിരുന്നു. അതിനാൽ സ്ത്രീകൾ വരുമായിരുന്നില്ല. ഇന്നാകട്ടെ കാലം മാറിയിരിക്കുന്നു. അടവി ഉത്സവത്തെ 5 വർഷത്തിൽ ഒരിക്കലാക്കി ചുരുക്കി കുരമ്പാലക്കാർ തങ്ങളുടെ പാരമ്പര്യത്തിലെ അതിവിശിഷ്ടമായ ഒരു അനുഷ്ഠാനത്തെ കാത്തുസൂക്ഷിക്കുകയാണ്. കേട്ടതും കണ്ടതും ഇനി അടുത്ത ശനിയാഴ്ച വൈകിട്ട് 7:30 ഈ പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കണം. ഞങ്ങളുടെ വിലാസം ഓപ്പൺ ഹൗസ്, ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ്, പുളിയറക്കോണം, തിരുവനന്തപുരം. ഇമെയിൽ openhouse@asianetnews.in. നമസ്കാരം.